അജിംസെ, ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം കേരളത്തിലെ പ്രതിപക്ഷം UDF കോൺഗ്രസ് നിക്ഷേപക സംഗമത്തെ അനുകൂലിക്കുന്നതിന് കാരണം പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ UDFിൻ്റെ നിലപാട് അതാണ്. നിക്ഷേപകരും സംരംഭകരും വ്യവസായികളും കേരളത്തിലേക്ക് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളം ഒരിക്കലും നിക്ഷേപക സൗഹൃദമല്ലാതിരുന്നിട്ടില്ല. കേരളം നിക്ഷേപ സൗഹൃദം തന്നെയായിരുന്നു. പക്ഷേ കേരളത്തിൽ നിക്ഷേപ സൗഹൃദമല്ലാത്ത ഒറ്റ കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. അത് പിണറായി വിജയൻ്റെ പാർട്ടിയാണ്. CPM-ഉം CIT-യും DYFI-യും ഒക്കെ. മുൻകാല ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി എടുത്ത നിലപാടുകളെ എത്രത്തോളം വിമർശിക്കുകയും എത്രത്തോളം ക്രൂശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവരൊക്കെ. അപ്പോൾ അതിൻ്റെ ചരിത്രം പറഞ്ഞ് നമ്മൾ വീണ്ടും സമയം കളയുന്നത്. ഇവിടെ പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പിന്തുണ ഭരണപക്ഷത്തിന് കൊടുക്കുന്ന മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. പ്രളയം വരുമ്പോഴും കോവിഡ് വന്നപ്പോഴും അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ നമ്മുടെ വയനാട് ദുരന്തം വന്നപ്പോഴൊക്കെ ഞങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഗവൺമെൻറ് എടുക്കുന്ന ഏത് നിലപാടിനൊപ്പം നിൽക്കുക. അതിൽ അവർ വെള്ളം ചേർക്കുമ്പോഴാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. ഇവിടെ നിക്ഷേപ സൗഹൃദ സമ്മിറ്റ് നടത്തുമ്പോഴും ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. കേരളത്തിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരണം, തീർച്ചയായിട്ടും വരണം. പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണം. ഇവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ കുറയ്ക്കണം. ഇവിടുത്തെ സാമ്പത്തിക മാന്ദ്യം മാറ്റണം എന്നൊക്കെയുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇത്തരത്തിൽ പിന്തുണ ഇവർ തന്നിരുന്നെങ്കിൽ ഇന്ന് കേരളം നിക്ഷേപകരുടെയും വ്യവസായികളുടെയും ശവപ്പറമ്പായിട്ട് മാറില്ലായിരുന്നു. മുൻകാലങ്ങളിൽ ഇന്ന് ഞങ്ങൾ കൊടുക്കുന്ന അതേ രീതിയിലൊരു മാനസികാവസ്ഥയിലേക്ക് CPM-ഉം CIT-യും എത്തിയിരുന്നെങ്കിൽ നമ്മുടെ കേരളം എത്രത്തോളം മുൻപോട്ട് കുതിക്കുമായിരുന്നു. കേരളത്തെ പുറകോട്ട് വലിച്ചത് വ്യവസായത്തിൽ, നിക്ഷേപത്തിൽ അല്ലെങ്കിൽ വളർച്ചയിൽ പുറകോട്ട് വലിച്ചതിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് വലിയ പങ്കുണ്ട്. അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ വീണ്ടും ചകഞ്ഞ് പറയുന്നില്ല. UDFിൻ്റെ നിലപാട് ഇതാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ എതിർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ നിക്ഷേപ സമ്മിറ്റിന് വരുന്ന ആളുകളുടെ മുമ്പിൽ, നിക്ഷേപകരുടെ മുമ്പിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്, ഷോക്കേസ് ചെയ്യേണ്ടത് വ്യാജ കണക്കുകളും പെരുപ്പിച്ച് കാണിച്ച കള്ളങ്ങളുമല്ല. പകരം നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറയണം. യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ട്. കേരളം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ തന്നെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യ ബോധങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പറയണം, കള്ളക്കണക്കുകൾ വെച്ചുകൊണ്ടല്ല. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, 2-3 ദിവസം മുമ്പല്ലേ മലപ്പുറത്ത് ഒരു മാർബിൾ കടക്കാരൻ CIT-കാരുടെ ദ്രോഹം കൊണ്ട് കച്ചവടം നിർത്തിപ്പോകുന്നു എന്ന് പറയുന്നത്. ഈ പിണറായി വിജയൻ സർക്കാരിന് വന്നതിന് ശേഷവും നിരവധി സംരംഭങ്ങൾ ഇത്തരത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. അവരുടെ അത്തരം വിലാപങ്ങളിൽ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ വ്യവസായ വകുപ്പിന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിക്ഷേപ സൗഹൃദമാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, നിക്ഷേപ സൗഹൃദമാണെന്ന് നിക്ഷേപകർക്ക് കൂടി തോന്നണം. നിലവിൽ നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഈ സർക്കാരിന്റെ വികസന നിക്ഷേപ രാഷ്ട്രീയത്തോടുള്ള ഒരേ ഒരു എതിർപ്പ് വ്യാജ അവകാശവാദങ്ങളും കണക്കുകളും മുന്നിൽ വെച്ച് നിക്ഷേപകരെ ക്ഷണിക്കരുത് എന്ന് മാത്രമാണ്. അതിൽ ഏതുതരം മൂലധനവും വന്നോട്ടെ, ആരും വന്നോട്ടെ, ഏതുതരം പദ്ധതികളും വന്നോട്ടെ, നിങ്ങൾക്ക് പ്രശ്നമില്ല, അങ്ങനെയാണോ? അല്ല, നമ്മളുടെ കേരളത്തിൻ്റെ നമ്മൾ വ്യവസായം, നിക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ കുറേ കൂടി പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കർണാടകയും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അപകടം എന്താ വെച്ചാൽ കേരളത്തിൻ്റെ ഭൂലഭ്യത, കേരളത്തിലെ മറ്റ് പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള സംരംഭങ്ങൾ കൂടി വരണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. വൻകിട വ്യവസായശാലകൾ, ആയിരക്കണക്കിന് ഏക്കർ അക്വയർ ചെയ്തുകൊണ്ടുള്ള വൻകിട വ്യവസായശാലകൾക്കുള്ള സാധ്യത കേരളത്തിൽ തുലവും തുച്ഛം കുറവല്ലേ? അതപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പറയണം. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന എന്താ? IT നമുക്ക് പറ്റുന്നതാണ്, ടൂറിസം നമുക്ക് പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉൾനാടൻ ടൂറിസം നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യവസായങ്ങൾ കുറേ കൂടി പോഷിപ്പിക്കുന്ന രീതിയിൽ, അതുപോലെ MSME സെക്ടർ നമുക്ക് പോഷിപ്പിക്കാവുന്നതാണ്. നമ്മുടെ കുടുംബശ്രീ അടക്കമുള്ള താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സജ്ജരാക്കിക്കൊണ്ടുള്ള പുതിയ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ചെറിയ യൂണിറ്റുകളൊക്കെ തുടങ്ങാൻ നമുക്ക് പറ്റുന്നതാണ്. അതിനപ്പുറത്ത് വൻകിട ഭൂമികൾ, ഒത്തിരി ആയിരക്കണക്കിന് ഭൂമി അക്വയർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റുകൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്കതിനെ അതേ രീതിയിൽ തന്നെ പിന്തുണയ്ക്കാൻ പറ്റിയെന്നിൽ വരില്ല. ഇനി ഉദാഹരണത്തിന് എലപ്പള്ളി പഞ്ചായത്തിൽ വരുന്ന ആ മദ്യനിർമ്മാണശാലയെ UDF എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ മദ്യനിർമ്മാണശാല വരുന്നതിലെ മദ്യനയത്തിലുള്ള വ്യതിയാനം മാത്രമല്ല, അതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ആ പ്രദേശത്തെ കർഷകരുടെ, സാധാരണക്കാരുടെ കുടിവെള്ളത്തിൻ്റെയും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ ദൗർബല്യം നിലനിൽക്കുമ്പോൾ അത്തരത്തിൽ ലക്ഷക്കണക്കിന് കോടി ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു സംരംഭം വരുമ്പോൾ ആ സംരംഭത്തിൻ്റെ ഇൻപുട്ടുകളിൽ ഒന്ന്, പ്രധാന അസംസ്കൃത വസ്തുക്കളിൽ ഒന്ന് വെള്ളമാണ്. അപ്പൊ അങ്ങനെയുള്ള സംരംഭങ്ങൾ വരുമ്പോൾ അതിനെ പഠിച്ച് പരിശോധിച്ച് വേണം നമ്മൾ നടപടി സ്വീകരിക്കാൻ.